അപകട സമയത്ത് മത്സ്യബന്ധന ബോട്ടായ ബസേലിൽ ഓടിച്ചിരുന്നത് കണ്ണമാലി സ്വദേശി ഷൈജുവാണ്. ഈ സമയം ബോട്ടിൽ ഡ്രൈവർ ഉണ്ടായിരുന്നില്ലെന്നും താൻ മെക്കാനിക്കാണെന്നും ഷൈജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇയാളുടെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തി. അപകടത്തിൽ തകർന്ന യാത്രാ ബോട്ടായ MB ഭാരതിന് 2017 വരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ളതായി ഫോർട്ട് കൊച്ചി CI വ്യക്തമാക്കി. എന്നാൽ ബോട്ടിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് വിദഗ്ധ പരിശോധന ആവശ്യമുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡെപ്യൂട്ടി കമ്മീഷണർ ഗൗരി പ്രസാദ് ബിസ്വാൾ അപകടസ്ഥലം സന്ദർശിക്കുകയും തെളിവെടുക്കുകയും ചെയ്തു. 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോട്ടിന് കാലപ്പഴക്കമുള്ളതായി ബോധ്യമായെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവത്തിന് ഉത്തരവാദികളായ അധികൃതർക്കും ബോട്ട് കോൺട്രാക്ടർക്കുമെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തുള്ള ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ സംഘടിച്ചത് നേരിയ സംഘർഷാന്തരീക്ഷം സൃഷ്ടിച്ചു. തുറമുഖ വകുപ്പാണ് അപകടത്തിൽ തകർന്ന ബോട്ടിന് രജിസ്ട്രേഷനും ലൈസൻസും നൽകിയിരിക്കുന്നത്. ബോട്ട് സർവീസ് നടത്തുന്നതിന് തങ്ങൾ അനുമതി നൽകിയിരുന്നുവെന്ന് പോർട്ട് ട്രസ്റ്റ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.